ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നല്ല സമരിയാക്കാരനെ കുറിച്ചുള്ള ഒരു നല്ല സന്ദേശം ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നല്ല സമരിയാക്കാരനെ കുറിച്ചുള്ള ആ കഥ കേൾക്കാത്ത, ഒരു പ്രസംഗം കേൾക്കാത്ത ആരും ഉണ്ടാവുകയെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഏറ്റവും കൂടുതൽ ബൈബിളിൽ നമ്മൾ ത്രില്ലോടുകൂടി കേട്ടിരിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു നല്ല സന്ദേശമാണ് നല്ല സമരിയാക്കാരൻ നമുക്ക് നൽകുന്നത്. എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത് ആരാണ് ഈ നല്ല സമരിയാക്കാരൻ എന്നുള്ളതാണ്. യേശു ക്രിസ്തുവാണെന്ന് നമ്മൾ എല്ലാവരും ഒരേ സ്വരത്തിൽ പറയും. എന്നാൽ യേശു പറയുന്നു, ഞാനല്ല ആ നല്ല സമരിയാക്കാരൻ, പിന്നെയോ നിങ്ങളാണ് ആ നല്ല സമരിയാക്കാരൻ. നിങ്ങളാണ് ആ നല്ല സമരിയാക്കാരൻ ആകുവാൻ ആഗ്രഹിക്കേണ്ടത്, അല്ലെങ്കിൽ ആ നല്ല സമരിയാക്കാരൻ്റെ പ്രവൃത്തി ചെയ്യേണ്ടത് നിങ്ങളാണെന്ന് യേശു ക്രിസ്തു നമുക്ക് ചൂണ്ടിക്കാണിച്ചു തരുന്ന നല്ല ഒരു സന്ദേശമാണ് ഈ വാക്യത്തിലുള്ളത്. നമുക്ക് നോക്കാം, എന്താണ് ആ നല്ല സമരിയാക്കാരൻ ചെയ്തത്, എന്തുകൊണ്ടാണ് നാം അങ്ങനെ ചെയ്യണമെന്ന് യേശു നമ്മളോട് പറയുന്നത്. ഇവിടെ നോക്കുക, ഒരു മനുഷ്യൻ യെരൂശലേമിൽ നിന്നും യെരിഹോവിലേക്ക് പോകുമ്പോൾ കള്ളന്മാരുടെ കയ്യിലകപ്പെട്ടു. അവർ അവനെ വസ്ത്രം അഴിച്ച് മുറിവേൽപ്പിച്ചു അർത്ഥപ്രാണനായി വിട്ടേച്ചു പോയി. ആ വഴിയായി യാദൃച്ഛ്യ ഒരു പുരോഹിതൻ വന്നു, അവനെ കണ്ടിട്ട് മാറിക്കടന്നുപോയി. അങ്ങനെ തന്നെ ഒരു ലേവ്യനും ആ സ്ഥലത്തെത്തി, അവനെ കണ്ടിട്ട് മാറിക്കടന്നുപോയി. ഒരു സമരിയക്കാരനോ വഴി പോകുകയിൽ അവൻ്റെ അടുക്കലെത്തി, അവനെ കണ്ടിട്ട് മനസ്സലിഞ്ഞു. അരികെ ചെന്ന് എണ്ണയും ബീജും പകർന്ന് അവൻ്റെ മുറിവുകളെ കെട്ടി അവനെ തൻ്റെ വാഹനത്തിൽ കയറ്റി വഴിയമ്പലത്തിൽ കൊണ്ടുപോയി രക്ഷ ചെയ്തു. പിറ്റേന്നാൾ അവൻ പുറപ്പെടുമ്പോൾ 2 വെള്ളിക്കാശ് എടുത്ത് വഴിയമ്പലക്കാരന് കൊടുത്തു. ഇവനെ രക്ഷ ചെയ്യണം, അധികം വല്ലതും ചെലവിട്ടാൽ ഞാൻ മടങ്ങി വരുമ്പോൾ തന്നുകൊള്ളാമെന്ന് അവനോട് പറഞ്ഞു. കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടവൻ ഈ മൂവരിൽ ഏവൻ കൂട്ടുകാരനായിത്തീരുന്നു എന്ന് നിനക്ക് തോന്നുന്നു. അവനോട് കരുണ കാണിച്ചവനെന്ന് അവൻ പറഞ്ഞു. യേശു അവനോട്, നീയും പോയി അങ്ങനെ തന്നെ ചെയ്യുക എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ യേശുവിനെക്കുറിച്ചാണ് നമ്മൾ നല്ല സമരിയാക്കാരനായി പറയുന്നത്, അപ്രകാരമുള്ള പ്രസംഗങ്ങൾ കേൾക്കുന്നത്. അനേക ഹോസ്പിറ്റലുകൾക്കൊക്കെ നമുക്ക് നല്ല സമരിയാക്കാരൻ എന്നുള്ള ഗുഡ് സമരിറ്റ് എന്ന പേര് നമ്മൾ കാണാറുണ്ട്. അനാഥാലയങ്ങൾക്ക് അപ്രകാരമുള്ള പേര് നമ്മൾ കാണാറുണ്ട്. ചാരിറ്റബിൾ സൊസൈറ്റിക്ക് ഇപ്രകാരമുള്ള ഗുഡ് സമരിറ്റൻ എന്ന പേര് നമ്മൾ കാണാറുണ്ട്. എന്നാൽ ഇവിടെ യേശു ക്രിസ്തു പറയുന്നത്, നിങ്ങളാണ് ആ നല്ല സമരിയക്കാരനാവേണ്ടത്. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന 3 വ്യക്തിജീവിതങ്ങളെയാണ്. ഒന്നൊരു പുരോഹിതൻ. ആ പുരോഹിതൻ ആ മുറിവേറ്റ് കിടക്കുന്ന മനുഷ്യനെ കണ്ടിട്ട് മറ്റൊരു വഴിയായി കടന്നുപോയെന്നാണ് പറയുന്നത്. അപ്രകാരം ഒരു ലേവ്യനും വന്നു, അവനെ കണ്ടിട്ട് കരുണ തോന്നാതെ കടന്നു പോകുമ്പോൾ ഒരു സമരിയക്കാരൻ അവിടേക്ക് കടന്നു വരികയാണ്. എന്ന് പറഞ്ഞാൽ യഹൂദന്മാരുമായി യാതൊരു ബന്ധവുമില്ലാത്ത, യഹൂദന്മാർ അവരുമായി യാതൊരു സമ്പർക്കവും പുലർത്താൻ കഴിയത്തില്ലാത്ത, അപ്രകാരമുള്ള അപരിഷ്കൃതരായി ജീവിക്കുന്ന ഒരു കൂട്ടരാണ് സമരിയർ എന്ന് പറയുന്നത്. ആ സമരിയക്കാരൻ ഈ യെരൂശലേമിൽ നിന്നും യെരിഹോവിലേക്ക് പോകുന്ന ആ മനുഷ്യനെ കള്ളന്മാരാക്രമിച്ച് അർത്ഥപ്രാണനായി മോഷ്ടിക്കപ്പെട്ടവനായി കിടക്കുന്നവൻ്റെ അരികിലേക്ക് കടന്നു ചെന്ന് അങ്ങനെ അവനോട് കരുണ തോന്നിയിട്ട് തൻ്റെ വാഹനം അവന് വേണ്ടി നൽകുവാൻ കാണിക്കുന്ന ആ നല്ല മനസ്സ്. ധൃതി വെച്ച് ഒരു ബിസിനസ്സിന് വേണ്ടി കടന്നു പോകുന്നു, ഇല്ലെങ്കിൽ തൻ്റെ ആവശ്യത്തിന് വേണ്ടി, തൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി കടന്നു പോകുന്ന ആ നല്ല സമരിയക്കാരൻ തൻ്റെ സ്വന്തത്തെ മറക്കുകയാണ്, തൻ്റെ ആ ഉത്തരവാദിത്വത്തെ മറക്കുകയാണ്. അവിടെ താനൊരു ബിസിനസ് കടന്നു പോവുകയാകാം, തൻ്റെ വ്യക്തിപരമാകുന്ന ജീവിതത്തിന് വേണ്ടി കടന്നു പോവുകയാകാം, അല്ലെങ്കിൽ തൻ്റെ വീട്ടുകാർക്ക് വേണ്ടി അവൻ കടന്നു പോവുകയാകാം. എന്നാൽ അവൻ ആ ഉത്തരവാദിത്വം എല്ലാം മാറ്റിവെച്ചിട്ട് മറ്റൊരുവൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. തൻ്റെ വാഹനത്തിൽ അവനെ കയറ്റി ഒരു സത്രത്തിലെത്തിക്കുകയാണ് ചെയ്യുന്നത്. ആ ലേവ്യൻ ചെയ്തതുപോലെ, ആ പുരോഹിതൻ ചെയ്തതുപോലെ അവന് വേണമെങ്കിൽ ഒഴിഞ്ഞു പോകാമായിരുന്നു. പക്ഷെ തൻ്റെ സമയം അർത്ഥപ്രാണനായി കിടക്കുന്ന അവന് വേണ്ടി ചെലവഴിക്കാൻ കാണിക്കുന്ന ആ നല്ല മനസ്സ് നോക്കണം. ഇവിടെ അവനെ തൻ്റെ വാഹനത്തിൽ കയറ്റി അതിനു മുമ്പായി മുറിവുകൾ തൈലമൊഴിച്ച് നല്ലവണ്ണം വെടിപ്പാക്കി ആ മുറിവുകളെ കെട്ടിയതിന് ശേഷം തൻ്റെ വാഹനത്തിൽ അവനെ കയറ്റി ഒരു സത്രത്തിലെത്തിക്കുകയാണ്. സത്രത്തിലെത്തിച്ച് തൻ്റെ റെസ്പോൺസിബിലിറ്റി എല്ലാം കഴിഞ്ഞു എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് അവൻ അവിടെ നിന്നും പോവുകയല്ല ചെയ്യുന്നത്. അവിടെ എഴുതിയിരിക്കുന്നത് പിറ്റേനാൾ താൻ പോകുമ്പോൾ എന്നാണ് അവിടെ എഴുതി. പിറ്റേനാൾ അവൻ പുറപ്പെടുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു രാത്രി മുറിവേറ്റവന് വേണ്ടി, അപരിചിതന് വേണ്ടി ചെലവഴിക്കുവാൻ കാണിക്കുന്നവൻ്റെ മനസ്സ്. അവൻ്റെ ഭവനത്തിൽ അവനെ കാത്തിരിക്കുന്നവരുടെ ആ വെപ്രാളത്തെക്കുറിച്ചോ ആദിയെക്കുറിച്ചോ അവൻ ചിന്തിക്കുന്നില്ല, തൻ്റെ ഉത്തരവാദിത്തത്തെക്കുറിച്ച് അവൻ ചിന്തിക്കുന്നില്ല. അവൻ ചിന്തിക്കുന്ന ഇപ്പോൾ ഈ മുറിവേറ്റ് കിടക്കുന്ന മനുഷ്യൻ്റെ രക്ഷയെക്കുറിച്ച് മാത്രമാണ്. അതുകൊണ്ടാണ് അവിടെ പിറ്റേന്ന് എന്ന് വളരെ വ്യക്തമായി എഴുതിയിരിക്കുന്നു. ഒരു രാത്രി ആ അപരിചിതനായ വ്യക്തിക്ക് വേണ്ടി, മുറിവേറ്റവന് വേണ്ടി ചെലവഴിക്കുവാൻ കാണിക്കുന്ന ഒരു നല്ല മനസ്സ്. അതിനുശേഷം പറയുന്നു, പിറ്റേന്നാൾ പുറപ്പെടുമ്പോൾ യാതൊന്നും മിണ്ടാതെയല്ല പോകുന്നത്. അവിടെ
നമുക്ക് കാണുവാൻ കഴിയുന്ന വളരെ വ്യത്യസ്തമാകുന്ന ഒരു കാര്യമാണ്. 2 വെള്ളിക്കാശ് എടുത്ത് വഴിയമ്പലക്കാരന് കൊടുത്തു. തൻ്റെ പോക്കറ്റിൽ നിന്നും ആ അപരിചിതനായി മുറിവേറ്റ് കിടന്നവന് വേണ്ടി 2 വെള്ളിക്കാശ് എടുത്ത് ആ വഴിയമ്പലക്കാരന് കൊടുത്തിട്ട് പറയുകയാണ്, ഇവനെ രക്ഷ ചെയ്യണം. അവൻ്റെ ജീവസന്ധാരണത്തിന് ആവശ്യമാകുന്നതിനെ അവിടെ പകർന്നു കൊടുക്കുകയാണ്. അതിനുശേഷം പറയുന്നു, അധികമായി എന്തെങ്കിലും ചിലവിട്ടാൽ മടങ്ങി വരുമ്പോൾ ഞാൻ തന്നുകൊള്ളാം എന്ന് പറഞ്ഞാൽ അവന് വേണ്ടി ആ ചെയ്യുന്ന 2 വെള്ളിക്കാശ് മാത്രമല്ല, ഒരു രാത്രി അവന് വേണ്ടി ചിലവഴിച്ചത് മാത്രമല്ല, അവൻ്റെ മുറിവുകളിൽ എണ്ണയും വീഞ്ഞും പകർന്നത് മാത്രമല്ല, ഒരിക്കൽ കൂടി ഇവൻ്റെ സംരക്ഷണം ഉറപ്പാക്കുകയാണ്. ഞാൻ മടങ്ങി വന്നു, അതായത് ഇവൻ സൗഖ്യമാകുന്ന സമയത്ത്, ഇല്ലെങ്കിൽ ഇവൻ ഇവിടെ കിടക്കുന്ന സമയത്ത് തന്നെ ഞാൻ മടങ്ങി വരിക തന്നെ ചെയ്യും. അങ്ങനെ മടങ്ങി വന്ന് ആ മടങ്ങി വരുമ്പോൾ ഇവൻ അധികമായി നിങ്ങൾ എന്തെങ്കിലും ചെലവിട്ടാൽ അതും കൂടെ ഞാൻ നൽകുവാൻ തയ്യാറാണെന്ന് പറഞ്ഞ് ഒരു ഉറപ്പ് കൊടുത്തിട്ടാണ് ആ നല്ല സമരിയക്കാരൻ അവിടെ നിന്ന് മടങ്ങിപ്പോകുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്ന്, ഈ അപരിചിതനാകുന്ന വ്യക്തിക്ക് വേണ്ടി, ഈ തകർന്നവന് വേണ്ടി, കൊള്ള ചെയ്യപ്പെട്ടവന് വേണ്ടി, ആരാണെന്നറിയത്തില്ലാത്തൊരു വ്യക്തിക്ക് വേണ്ടി ഇത്രയും സമയം സ്പെൻഡ് ചെയ്തുകൊണ്ട് തൻ്റെ കയ്യിലുള്ള സാമ്പത്തികം മുടക്കി ഇനിയും അധികമായി ചെലവഴിക്കുവാൻ സന്നദ്ധനാണെന്ന് കാണിക്കുന്ന ആ മനസ്സിനെക്കുറിച്ച് യേശുക്രിസ്തു പറയുകയാണ്, നീയും പോയി അങ്ങനെ തന്നെ ചെയ്യണം എന്ന് പറഞ്ഞാൽ, വഴിയരികിൽ മുറിവേറ്റ് കിടക്കുന്ന, അസനരായി കിടക്കുന്ന, ആലംബഹീനരായി കിടക്കുന്ന വ്യക്തിജീവിതങ്ങളെ തേടിപ്പിടിച്ച് രക്ഷ ചെയ്യുവാനുള്ളൊരു ഉത്തരവാദിത്വം ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാണെന്നാണ് യേശുക്രിസ്തു ആ വ്യക്തിയോട് പറയുന്നത്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ആ നല്ല സമരിയക്കാരൻ യേശുവാണ്. നമുക്ക് വേണ്ടതെല്ലാം നൽകി തന്നു, നമ്മുടെ മുറിവുകളെ കെട്ടി നമ്മളെ ഒരു സത്രത്തിലാക്കി. ഇനിയും നമുക്ക് വേണ്ടി കരുതുവാൻ കഴിയുന്നൊരു ദൈവത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ യേശു പറയുന്ന അങ്ങനെയല്ല, അത് ഞാനാണെന്ന് നീ വിശ്വസിക്കുകയാണ്. അല്ല, നമ്മൾ ഓരോരുത്തരും അങ്ങനെയാണ്. ഗുഡ് സമരിറ്റൻ എന്ന് പറയുമ്പോൾ ആദ്യം ഓടിയെത്തുന്ന യേശുവിൻ്റെ മുഖമാണ്. എന്നാൽ യേശു പറയുന്നു, ഈ ഗുഡ് സമരിറ്റൻ എന്ന് പറയുമ്പോൾ ഓടിയെത്തേണ്ടത് നിങ്ങളുടെ മുഖമാണ്. നിങ്ങളാണ് അങ്ങനെ ചെയ്തെന്ന് മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് പറയണം. അതായത് നമ്മുടെ ജീവിതത്തിൽ ഇപ്രകാരമുള്ള ഒരു നല്ല ഉത്തരവാദിത്വം നൽകിയിട്ടാണ് യേശു ക്രിസ്തു ഈ കഥ അവസാനിപ്പിക്കുന്നത്. നീയും പോയി അങ്ങനെ തന്നെ ചെയ്തു കൊള്ളുക. പ്രിയ സുഹൃത്തെ, വഴിയരികിൽ അസണ്ടായി കിടക്കുന്ന അജ്ഞാതന് വേണ്ടി ഒരു രാത്രി ചിലവഴിക്കുവാൻ, തൻ്റെ പോക്കറ്റിലെ പൈസ ചിലവാക്കുവാൻ, അവന് വേണ്ടി എണ്ണയും വീഞ്ഞും പകർന്നു നൽകുവാൻ, വീണ്ടും വന്ന് അവൻ്റെ സംരക്ഷണം ഉറപ്പാക്കാൻ കഴിയുന്ന ആ അപരിഷ്കൃതനാകുന്ന യഹൂദന്മാർ തള്ളിക്കളഞ്ഞ ആ നല്ല സമരിയക്കാരന് കഴിഞ്ഞുവെങ്കിൽ നമ്മൾ എത്രയധികം അത് ചെയ്യേണ്ടിയിരിക്കുന്നു. ഒരിക്കൽ PG വർഗീസ് ഇപ്രകാരം ഒരു കഥ പറഞ്ഞു. നല്ല സമരിയക്കാരൻ്റെ കഥ പറയുന്ന സമയത്താണ് അദ്ദേഹം ഇത് പറഞ്ഞത്. 100 കണക്കിന് പാസ്റ്റേഴ്സ് പങ്കെടുക്കുന്ന ഒരു മീറ്റിംഗ് ബോംബെയിൽ അറേഞ്ച് ചെയ്യുകയാണ്. ആ മീറ്റിങ്ങിലെ മുഖ്യ പ്രഭാഷക എന്ന് പറഞ്ഞാൽ മദർ തെരേസയായിരുന്നു. എല്ലാവരും മീറ്റിങ്ങിൻ്റെ ആ ദിവസം മദർ തെരേസയുടെ മനോഹരമാകുന്ന പ്രസംഗം കേൾക്കുവാൻ അവർക്ക് നിശ്ചയിച്ച മുമ്പുള്ള സമയത്ത് തന്നെ ഹാളിൽ വന്ന് ഇരിപ്പുറപ്പിച്ചു. എന്നാൽ സമയം കഴിഞ്ഞിട്ടും മദർ തെരേസ എവിടേക്ക് വന്നില്ല. സമയങ്ങളിങ്ങനെ കഴിഞ്ഞുപോയി. എല്ലാവരും പെറുപെറുക്കുവാൻ തുടങ്ങി. സമയം അതിവേഗം ഓടുകയാണ്. മീറ്റിംഗ് കഴിഞ്ഞ് ഇതര സ്ഥലങ്ങളിലേക്ക് പോകേണ്ടവർ പെറുപെറുക്കുവാൻ തുടങ്ങി. ആകെ മീറ്റിങ്ങിൽ ഒരു അസ്വസ്ഥത രൂപപ്പെട്ടു. എന്തുകൊണ്ടാണ് ഇവർ വൈകുന്നത്? നമ്മൾ എത്ര നേരമായി ഇവിടെ വന്നിട്ട്? ഇവർക്കെന്ത് പറ്റി? ആർക്കും അറിയില്ല. അത് അല്പനിമിഷം കഴിഞ്ഞപ്പോൾ തൻ്റെ ആ കന്യാസ്ത്രീയുടെ വസ്ത്രത്തിൽ ചോര പുരണ്ട ആ അവസ്ഥയിൽ മദർ തെരേസ ഹാളുകളിലേക്ക് പ്രവേശിക്കുകയാണ്. വേഗത്തിൽ ആ മൈക്ക് സ്റ്റാൻഡ് അടുത്തേക്ക് നീങ്ങുന്നിട്ട് മദർ തെരേസ ഇപ്രകാരം പറഞ്ഞു, ഞാൻ ബോംബെയുടെ തെരുവീതിയിലൂടെ എൻ്റെ വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ ആ ബോംബെയുടെ തെരുവീതിയിൽ ഒരു യൗവനക്കാരൻ മുറിവേറ്റ് കിടക്കുന്നു. കാർ അപകടത്തിൽ മുറിവേറ്റ് കിടക്കുന്നു. വഴിയരികിൽ രക്തം വാർന്നുകൊണ്ടിരിക്കുകയാണ്. പോലീസ് വരുവാൻ താമസിക്കുന്നു. ജനങ്ങൾ ചുറ്റും നിൽക്കുന്നു. വേഗത്തിൽ ഞാൻ എൻ്റെ വാഹനം നിർത്തി ആ യൗവനക്കാരനെ കോരിയെടുത്ത് എൻ്റെ വാഹനത്തിലിട്ട് ഒരാശുപത്രിയിൽ എത്തിച്ച് അവൻ രക്ഷ ചെയ്തിട്ടാണ് ഞാൻ വരുന്നത്. അതുവരെയും അവർക്കെതിരെ പിറുപിറുത്ത, ആ സമയനഷ്ടത്തിനെതിരെ പിറുപിറുത്ത ആ ദൈവദാസനവരെല്ലാം മുഖം കുരിച്ച് അവിടെ ഇരിക്കുകയാണ്. അന്നത്തെ പ്രസംഗം ഗുഡ് സമരിറ്റിനെ കുറിച്ചുള്ളതായിരുന്നു. പ്രിയ ദൈവമക്കളെ, നമ്മളിൽ എത്ര പേർക്ക് ആ പ്രകാരമുള്ള ഒരു പ്രവൃത്തി ചെയ്യുവാൻ കഴിയും? യേശുക്രിസ്തു കാണിച്ചു തന്നത് നാം ഗുഡ് സമരിറ്റൻ എന്ന് പറയുന്ന യേശുക്രിസ്തുവിനെ പുകഴ്ത്തി വാഴ്ത്തി സ്തുതിച്ചുകൊണ്ട്, അതാണ് ഗുഡ് സമരിറ്റൻ്റെ പ്രവൃത്തി എന്ന് പറഞ്ഞ് നമ്മുടെ കർത്തവ്യത്തിൽ നിന്ന് ഒഴിവാനല്ല. യേശു പറയുന്നു, നീയും പോയി അങ്ങനെ തന്നെ ചെയ്യുക.
ആ ഗുഡ് സമരിറ്റൻ ചെയ്തതുപോലെ, നല്ല സമരിയക്കാരൻ ചെയ്തതുപോലെ നീയും പോയി അങ്ങനെ തന്നെ ചെയ്യുക. രക്ഷ ചെയ്യണം, അവനെ കരുതണം, വീണ്ടും മടങ്ങി വന്ന് അവൻ്റെ ജീവസന്ധാരണത്തിന് ആവശ്യമാകുന്നത് കൊടുക്കണമെന്ന് യേശുക്രിസ്തു നമ്മൾക്ക് കാണിച്ചു തരുന്ന ഒരു നല്ല മാതൃകയാണ്, ഒരു നല്ല സന്ദേശമാണ്, ഒരു സൂചനയാണ് ഈ നല്ല സമരിയക്കാരൻ്റെ സന്ദേശം എന്നുള്ളത്. നമുക്കെല്ലാവർക്കും അപ്രകാരമായിരിക്കുവാൻ കഴിയട്ടെന്ന ആശംസയോടെ എൻ്റെ എളിയ സന്ദേശത്തെ ഇവിടെ നിർത്തുന്നു. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കുമാറാവട്ടെ.